ആഹാ, മോള് വന്നോ? ഞങ്ങളിപ്പോ പറഞ്ഞേ ഉള്ളൂ, മീരമോളെ കണ്ടില്ലാലോന്ന്. വാതിൽക്കൽ വന്ന് നിൽക്കുന്നവളെ കണ്ടതും സീതാമ്മ ഒരു ചിരിയോടെ ചോദിച്ചു. സോറി, ഞാൻ എന്റെ പൊന്നേർത്തി, ഇവളെ ഞാൻ പിടിച്ച് കടിക്കും കേട്ടോ. സുധാമയാണ്. തെറ്റ് ചെയ്തവളെ പോലെ മുഖം കുനിച്ച് നിൽക്കുകയാണ് പെണ്ണ്. ആർക്കും ഒന്ന് എടുത്ത് കൊഞ്ചിക്കാൻ തോന്നിപ്പോകുന്ന ഒരു പാവ കുഞ്ഞിനെ പോലെ. എന്റെ കുഞ്ഞെ, നീ ഞങ്ങളുടെ മോള, ഇത് നിന്റെ വീട്, അങ്ങനെയേ ഞങ്ങൾ നിന്നെ കണ്ടിട്ടുള്ളൂ. നീ ഒന്ന് വൈകി എഴുന്നേറ്റെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് സുധാമ അവളെ ചേർത്ത് പിടിച്ചു. മൂന്നമ്മമാർക്കും ജീവനാണ് പെണ്ണിനെ. അമ്മമാരുടെ മുഖത്തെ പുഞ്ചിരി കണ്ടതും അവളും പതിയെ ഒന്ന് പുഞ്ചിരിച്ചു. ചായ വേണ്ടേ മോൾക്ക്? സീതാമ്മ ചോദിച്ചുകൊണ്ട് തന്നെ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിരുന്നു. ദാ, ഇത് പിന്നെ അജുവിന്, അവർ റൂമിലുണ്ടാവും, മോളൊന്ന് കൊണ്ടിന്ന് കൊടുക്കാവോ? ഗീതാമ്മ ചോദിച്ചു. നേരത്തെ ഒരു ചിരിയോടൊന്ന് മൂളിക്കൊണ്ട് തന്നെ അതും കയ്യിലേക്ക് വാങ്ങിയവൾ. മീര മുകളിലേക്ക് കയറുമ്പോൾ തന്നെയായിരുന്നു ആര്യൻ താഴേക്ക് ഇറങ്ങി വന്നത്. ആഗ്രഹിച്ചു വന്ന ആളെ കണ്ടതും അവന്റെ മിഴികളൊന്ന് തിളങ്ങി. കണ്ടു പരിചയമുള്ളതുകൊണ്ട് മാത്രം മീര അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ചുണ്ടുകളൊന്ന് വിടർന്നു പോയവന്റെ. മീര ഇതെങ്ങോട്ട്? അവളോട് സംസാരിക്കാനുള്ള ആഗ്രഹത്തോടെയായിരുന്നു അവന്റെ ചോദ്യം. ഒരു നിമിഷം ഒന്ന് പകച്ചു പോയവൾ. അവളെ സംബന്ധിച്ചിടത്തോളം ആര്യനൊരു സ്ട്രേഞ്ചർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറുപടി പറയാൻ തെളിഞ്ഞൊരു ഭയമോ വെപ്രാളമോ എന്തൊക്കെയോ പോലെ. നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന പലതും ചിലർക്ക് ബുദ്ധിമുട്ടേറിയവയാണ്. മീരയും ഇങ്ങനെയാണ്. ഒരുപക്ഷെ കണ്ടു ശീലിച്ചതൊക്കെയോ അങ്ങനെയുള്ളവയാണ്. ഞാൻ ഏട്ടിന് ചായ പതിയെ വിക്കിക്കൊണ്ട് പറയുന്നവൾ. വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയി ആര്യന്. ഏട്ടനെന്ന് പറഞ്ഞത് അജുവിനെയാണെന്ന് അവനും അറിയാം. അജു ആദ്യേട്ടന്റെ റൂമിലാണ് മീര. എന്തോ ഓർത്ത പോലെ പീലി നിറഞ്ഞു നിൽക്കുന്ന അവരുടെ മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞവൻ. അത്രമേൽ ഇഷ്ടമുള്ള എന്തോ കാര്യം കേട്ടതുപോലെ ആ മുഖമൊന്ന് വിടർന്നുപോയി. അവളെ തന്നെ നോക്കിയെന്ന് ആര്യനത് മനസ്സിലാവുകയും ചെയ്തു. ഉള്ളിൽ നിറഞ്ഞു പോയൊരു അസ്വസ്ഥതയോടെ അവളിലെ മാറ്റങ്ങൾ നോക്കി നിന്നവൻ. കുഞ്ഞുമണി, നീ ഇവിടെ നിൽക്കുവാണോ? വന്നേ. ആര്യൻ വീണ്ടും എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും മുകളിൽ നിന്ന് അജുവിന്റെ ചോദ്യം വന്നിരുന്നു. ആര്യനും മീരയും ഒരുപോലെ അവിടേക്ക് നോക്കി. ഓഫീസിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുവാണ് അജു. അജുവിനെ കണ്ടത് ആര്യനെ ഒന്നുകൂടി നോക്കി ചിരിച്ചുകൊണ്ട് അജുവിന്റെ അടുത്തേക്ക് ചെന്നവൾ. ഏട്ടന്റെ ചായയല്ലേ? ഇന്ന് എഴുന്നേൽക്കാൻ വയ്യോ? എന്റെ കുഞ്ഞുമണി, നിന്നെ എല്ലാത്തിനും ഇങ്ങനെ മൂളിയാ പോരാ, ആ ശബ്ദം ഒന്ന് കേട്ടോട്ടെന്നേ. അജു ഒരു കുറുമ്പോടെ പറഞ്ഞതും മീരയൊന്ന് പുഞ്ചിരിച്ചു. ഇരുവരെയും നോക്കിയെന്ന് ഒരു നിരാശയോടെ അപ്പോഴേക്ക് ആര്യൻ താഴേക്ക് പോയിരുന്നു. ചെല്, ആദ്യ റൂമിലുണ്ട്, മോളോട് അങ്ങനെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആര്യൻ പോയെന്ന് കണ്ടതും അജു മീരയോടായി പറഞ്ഞു. പെണ്ണിന്റെ മുഖം ഒന്ന് വിടർന്നു. കാണാൻ അത്രയും ആഗ്രഹിച്ചതാണ്. അജു ഒരു ചിരിയോട് അവളുടെ തലയിലൊന്ന് കൊട്ടിയത് നുണക്കുഴി കാണിച്ചൊന്ന് ചിരിച്ചു പെണ്ണ്. ഡോറിൽ പതിയെ തട്ടി വിളിക്കാൻ ഒരുങ്ങിയത് ആ നിമിഷം തന്നെ ഡോർ തുറന്ന് അവളെ വലിച്ച് ഉള്ളിലേക്ക് ഇട്ടിരുന്നു ആദി. പകച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു പോയവൾ. മിഴികൾ പിടച്ചുകൊണ്ട് മുഖമുയർത്തി നോക്കുമ്പോഴേക്കും ആദിയുടെ ചുണ്ടുകൾ അവിടെ നെറുകയിൽ അമർന്നു. കണ്ണുകൾ കൂമ്പി അടച്ചുകൊണ്ട് നിന്നുപോയവൾ. അവന്റെ ആദരങ്ങൾ മുഖമാകെ തഴുകുന്നതും അമർത്തി ചുംബിക്കുന്നതെല്ലാം തുടികൊട്ടുന്ന ഹൃദയത്തോടൊപ്പം അറിയുന്നുണ്ടായിരുന്നു മീര. ഗുഡ് മോർണിംഗ് അപ്പു. കാതോര മുഖം അമർത്തി വെച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ നേർമയിലൊന്ന് മൂളാൻ മാത്രമേ അവൾക്കായുള്ളൂ. ശ്വാസം നിന്നുപോയതുപോലൊരവസ്ഥയാണ്. ശരീരം ചൂടിലും കുളിരിലും മുങ്ങിത്താഴുന്ന പോലൊരവസ്ഥ. ഇങ്ങനെ വിറച്ചു തുടങ്ങിയാൽ എങ്ങനെയാ അപ്പു? എനിക്കെന്റെ കിളിക്കുഞ്ഞിനടക്ക് ഒന്ന് പ്രണയിക്കുകയും വേണ്ടേ? നേരത്തെ ഒരു ചിരിയോട് അവൻ പറയുമ്പോൾ ചുവന്ന് തൊടുത്തൊരു പനിനീർ പൂവായിരുന്നവൾ. പ്രണയത്തോടെയുള്ള അവന്റെ നോട്ടത്തിലും ചുംബനത്തിലും ശ്വാസത്തിലുമെല്ലാം വിവശയാക്കപ്പെടുന്നവൾ. മുന്നിൽ നിൽക്കുന്ന പെണ്ണിന്റെ അഴകിൽ ഒരു നിമിഷം ദീർഘമായോ നിശ്വസിച്ചു പോയി ആദി. എന്റെ ക്ഷമയെ പരീക്ഷിക്കുക കിളിക്കുഞ്ഞേ നീ. പറയുന്നതിനോടൊപ്പം അവളെ വാരിയെടുത്ത് ബെഡിലേക്ക് കിടത്തിയിരുന്നു ആദി. പിടച്ചിലോടെ അവനെ നോക്കിപ്പോയവൾ. തീക്ഷ്ണമായവന്റെ നോട്ടം മിഴികൾ തുളച്ച് കയറുന്നത് പോലെ. ഉമിനീരൊന്ന് കുടിച്ചിറക്കിയതും അവളുടെ ഓരോ ചലനങ്ങളും നോക്കി നിന്നവൻ. അടുത്ത നിമിഷം അവളുടെ തൊണ്ടക്കുഴിയിലേക്കായി മുഖം അമർത്തി ചുംബിച്ചിരുന്നു. ഒന്ന് മൂളിക്കൊണ്ട് അവന്റെ മുടിയിലായി പിടിമുറുക്കിപ്പോയി മീര. ഉയർന്നു പോയൊരു കിതപ്പിലും അവന്റെ അധരങ്ങൾക്കൊപ്പം നാവിന്റെ ചലനവും അവൾ അറിഞ്ഞു. ആദ്യേട്ടാ. ചുംബിച്ച് നുണഞ്ഞുകൊണ്ട് തന്നെ പതിയെന്ന് മൂളിതയുള്ള ആദി. നിന്നെ കടിച്ച് തിന്നാൻ തോന്നുന്നു പെണ്ണേ. മുഖമുയർത്തി വിയർപ്പ് പൊടിഞ്ഞു പോയ അവളുടെ ചുവന്ന മുഖത്തേക്ക് നോക്കിയവൻ. മിഴികളടച്ച് കിടപ്പാണ് അവൾ. ആ അധരങ്ങൾ പോലും വിറകൊള്ളുന്നത് അവൻ അറിഞ്ഞു. അപ്പു, കണ്ണു തുറക്ക. ആദി പറഞ്ഞത് പതിയെ മിഴികളൊന്ന് ചിമ്മി തുറന്നവൾ. ഒരു വിരൽ ദൂരം അകലെയായി നിൽക്കുന്നവന്റെ മുഖം ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അവനെ നോക്കി നിന്നുപോയവൾ. എന്റെ അല്ലേ, എന്റെ മാത്രം.
never try to get away from me. Who's gonna love you like me? ഇമച്ചിമാതെ ആ മുഖത്തേക്ക് മിഴികൾ ഉറപ്പിച്ച് കിടന്നവൾ. എന്തിന് അവനങ്ങനെ പറയുന്നു എന്ന് പോലും അറിവുണ്ടായിരുന്നില്ല അവൾക്ക്. നോക്കിലും വാക്കിലുമെല്ലാം നിറയുന്ന തീക്ഷ്ണത പോലും മീര നിമിഷം തിരിച്ചറിഞ്ഞില്ല. ആദിക്ക് മനസ്സിലായിരുന്നു അത് തന്നെ അവൾക്ക് പൂർണ്ണമായും അറിയില്ല, അറിയാൻ അവൾ ശ്രമിക്കുന്നില്ല. ഒരു വാക്കിന്റെ പോലും അകമ്പടിയില്ലാത്ത പ്രണയം അതിതീവ്രമായിരിക്കും. സ്പർശനങ്ങൾ, ഭാഷയും. ഓരോ നിമിഷവും അവൻ എന്ന ലോകത്തിലായിരുന്നു മീര. ചുറ്റുമുള്ളതിനെയെല്ലാം വിസ്മരിച്ചുകൊണ്ടുള്ള ലോകം. കയ്യിലിരിക്കുന്ന പേപ്പേഴ്സ് ഓരോന്നായി അജുവിന് നേരെ നീട്ടി ആദി. മാരേജ് രജിസ്ട്രേഷന് വേണ്ടിയുള്ള പേപ്പേഴ്സാണ്. എല്ലാത്തിലും മീരയുടെയും ആദിയുടെയും സൈനുണ്ട്. മാക്സിമം 2 days അതിനുള്ളിൽ ലീഗലി രജിസ്റ്റർ ചെയ്തിരിക്കണം. പക്ഷെ ആദി, ഒത്തിരി പ്രൊസീജിയേഴ്സ് ഇല്ല ഇതിന്, ഇത്ര പെട്ടെന്ന്? കുറച്ച് സംശയത്തോടെ ചോദിച്ചു പോയിരുന്ന അച്ചു. ആദിയുടെ പ്രവൃത്തികളിൽ വല്ലാത്തൊരു ധൃതി മുന്നിട്ട് നിൽക്കുന്ന പോലെ. നീ ഇത് രജിസ്റ്റർ ഓഫീസിൽ ഏൽപ്പിച്ചാൽ മാത്രം മതി അച്ചു, മറ്റൊന്നും ചിന്തിക്കണ്ട. ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞവനെ കാണെ ഇനിയൊന്നും ചോദിക്കാൻ പോലും ആവാതെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു വച്ചു. പലപ്പോഴും ആദി ഇങ്ങനെയാണ്. കൂടെ നടന്നിട്ട് പോലും അവനെ അവന്റെ ചിന്തകളെയും മനസ്സിലാക്കാൻ സാധിക്കാറില്ല അജുവിന്. അതുപോലെ അവനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യവുമില്ല. അജു പുറത്തേക്ക് പോയതും ആദിയുടെ പേഴ്സണൽ ഫോൺ ശബ്ദിച്ചതും ഒരുമിച്ചായിരുന്നു. സൂഫി കോളിംഗ് എന്ന് കണ്ടതേ ഫോൺ എടുത്ത് കാതിലേക്ക് വെച്ചവൻ. അപ്പുറത്തുനിന്നും ബഹുമാനത്തോടെ കേൾക്കുന്ന പുരുഷ ശബ്ദം. പറയൂ. അധികം ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല സർ. വാസുദേവ് അയ്യർ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞ ACP വാസുദേവ് അയ്യർ IPS. ഭാര്യ ശ്രീദേവി. 3 മക്കളാ ഇരുവർക്കും. മക്കളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇൻഫാക്ട് വാസുദേവ് അയ്യരെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റിൽ പോലും ഒരു രേഖകളും ഇല്ല എന്നുള്ളതാണ് സത്യം. പ്രതീക്ഷിച്ചതായതുകൊണ്ട് കൂടുതലൊന്നും ആദ്യം ചോദിച്ചില്ല. ഈസ് ഹി അലൈവ്? വി ഡോണ്ട് നോ സർ. ആ ഫാമിലി തന്നെ വാനിഷായി പോയതുപോലെയാണ്. അവരിൽ ആരും ജീവിച്ചിരിക്കുന്നതിനോ മരിച്ചതിനോ പോലും തെളിവുകളില്ല. പക്ഷേ എനിക്കതറിയണം സൂഫി, അറിഞ്ഞേ തീരും. ഞങ്ങൾ ശ്രമിക്കുകയാണ് സർ. ഇത് തന്നെ സാർ അയച്ചെന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് വെച്ച് കണ്ടുപിടിച്ചതാ. മാക്സിമം 2 days അതിനുള്ളിൽ ഞങ്ങൾ സാറിനെ വിളിക്കാം. സൂഫി പറഞ്ഞു നിർത്തിയതും കോള് കട്ട് ചെയ്തുകൊണ്ട് ചെയറിലേക്ക് ചാഞ്ഞിരുന്നവൻ. ഉള്ളം ഒരു കടൽ പോലെ പ്രക്ഷുബ്ധമാണ്. മീര, നിനക്ക് ചുറ്റും എന്താണ് നടക്കുന്നത്? സ്റ്റിൽ യു ആർ എ മിസ്റ്ററി. പക്ഷേ ആർക്കും ഒന്നിനും വിട്ടുകൊടുക്കില്ല തന്നെയാണ്. പതിയെ മനസ്സിലായി കുറിച്ചിടുമ്പോൾ നിഷ്കളങ്കമായി പുഞ്ചിരിക്കുന്നവൾ മാത്രമായിരുന്നു അവനുള്ളിൽ. അവന്റെ കിളിക്കുഞ്ഞു മാത്രം.